ഹായ് ഹലോ, ഇന്ന് തിരുവോണമാണ്. തിരുവോണത്തിന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം അമ്പലത്തിൽ പോകാൻ പോവാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഫേസ് ഒന്ന് നല്ലതായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. മിനിമലിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫേസസ് കാനഡയുടെ ഒരു ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കുറച്ചെടുത്തതിന് ശേഷം ഞാൻ കൈകൊണ്ട് തന്നെയാണ് എല്ലാം അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ബ്രഷും മറ്റേ സ്പോഞ്ചും എനിക്ക് പിടിക്കില്ല. സോ അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തു. ഡോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതായിട്ട് ഒന്ന് കൈകൊണ്ട് ടാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തത് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് കളറാണ്. ഞാനിതിനകത്ത് ഓൾറെഡി അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് ഫേസസ് കാനഡ എനിക്ക് നല്ലതായിട്ട് സ്യൂട്ടബിൾ ആവുന്നുണ്ട്. ഒരു ഡാർക്ക് ഷെയ്ഡല്ല, എന്നാൽ ഒരു ലൈറ്റ് ഷെയ്ഡും അല്ലാത്ത ഒരു ലൈറ്റ് ഒരു മെറൂൺ ടൈപ്പ് ആണ്. ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ്. അതിന് ഒരുപാട് നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്കത് വാഷ് ഔട്ടായി പെട്ടെന്ന് പോകുന്നില്ല. അതിന് ശേഷം പിന്നെ ഞാൻ ഐലൈനർ എടുത്തിരിക്കുന്നത്. അത് ഫേസസ് കാനഡ ഐലൈനറാണ്. അത് കണ്ണെഴുതാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. കണ്ണിൻ്റെ താഴെ എഴുതാറില്ല, മുകളിൽ മാത്രം ജസ്റ്റ് ലൈൻ അഴിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് അടുത്ത കഴിഞ്ഞിട്ട് പൊട്ടാണ് ഇടുന്നത്. ഞാൻ ഗോപി പൊട്ട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഗോപി പൊട്ട് ഇടുന്നത്. ഇതിന് മോസ്റ്റ്ലി ഒരു ചെറിയ ഐറ്റക്സിൻ്റെ ചെറിയ പൊട്ടാണ് ഇടുന്നത്. പക്ഷേ ഇന്ന് ഓണം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗോപി പൊട്ട് തൊടാമെന്ന് വിചാരിച്ചു. ഗോപി പൊട്ട് തൊട്ടു. പിന്നെ മേബിലിൻ്റെ ഒരു മസ്കാരയാണ് എടുത്തിരിക്കുന്നത്. മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് നല്ലതായിട്ടുണ്ട് കേട്ടോ. അതും പെട്ടെന്ന് വാഷ് ഔട്ടായി പോകാത്ത സാധനമാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ് എനിക്ക്. അതിനുശേഷം പിന്നെ ഞാനൊരു പുതിയൊരു കെയർ ക്രാഫ്റ്റ് എന്നും പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇയറിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് സൂപ്പറാണ്. ഒരു പീകോക്കിൻ്റെ രീതിയിലുള്ള ഷേപ്പിലുള്ള ഒരു കമ്മലാണ്. അത് ഞാൻ ഇട്ടു. ഇതിനെനിക്ക് ഓഫർ പോകെ എനിക്ക് 100 സംതിങ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനത് ആക്ച്വലി മേടിച്ചത് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിരുന്നത്. രണ്ടാമത്തെ കമ്മലിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആണി ഇടുന്ന ഭാഗം വെച്ചിട്ട് പൊങ്ങി നിൽക്കുകയായിരുന്നു. അതിന് താത്തിട്ടാണ് ഇട്ടത്. അതിന് കുറച്ച് ലേറ്റ് ആയത്. അതിന് ശേഷം പിന്നെ എൻ്റെ വളയെടുത്തു, ബാങ്കിലെടുത്തു. ഒരു ബാങ്കിലേ ഞാൻ ഇടാറുള്ളൂ. അത് ഞാൻ റൈറ്റ് കയ്യിലായിട്ട് പോയത്. പിന്നെ അത് മാറ്റി റൈറ്റ് കയ്യിൽ ഇട്ടു. ലെഫ്റ്റ് കയ്യിലായിരുന്നു ഫസ്റ്റ് ഇട്ടത്. പിന്നെ അത് മാറ്റി ഞാൻ റൈറ്റ് കയ്യിലിട്ടു. ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എൻ്റെ വാച്ച് എടുത്ത് ഞാൻ ലെഫ്റ്റ് കയ്യിൽ വായിച്ചിട്ടു. പിന്നെ കുറച്ച് പ്രഹസനമാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ തൊടാൻ മറന്നുപോയി, കുങ്കുമം തൊട്ടില്ല. പിന്നെ ലാസ്റ്റ് കുങ്കുമം തൊട്ടു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിച്ചതിന് ശേഷം മാല എടുത്ത് പുറത്തിട്ടു. അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് പോയി.